ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഗന്ധനിയല്ലേ. എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് കുമ്പളങ്ങയും പയറും ചേർത്ത് സദ്യയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പോലത്തെ ഒരു ഓലൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അര കപ്പ് പയർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത പയറാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പയറെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തപ്പോൾ ഒരു അരക്കപ്പ് ആയതാണ്. വലിയ പയറുമണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇവിടെ ഞാനൊരു കുഞ്ഞൊരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഇളപ്പൻ എന്ന് പറയും, അധികം മൂപ്പാവാത്തൊരു കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ആലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചോറ് എന്നാണ് പറയുക, കറക്റ്റ് നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കളയണം. അപ്പോൾ ഈ കുരുവിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമല്ലേ, അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഇളപ്പനാണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതിന്ന് ഒരു പീസ്, ഒരു കുരു എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, പൊട്ടി പോകുന്നുണ്ടില്ലേ. അപ്പോൾ നല്ല മൂപ്പ് കുറഞ്ഞിട്ടുള്ള കുമ്പളങ്ങയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൂപ്പുള്ളതാവും. അപ്പോൾ മൂപ്പുള്ള കുമ്പളങ്ങ വെച്ചിട്ടുണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് എപ്പോഴും ഓലൻ കറി വയ്ക്കുമ്പോൾ മൂപ്പ് കുറഞ്ഞതാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു തൊലി ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. സദ്യക്ക് കിട്ടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നീളത്തിലാവും കേട്ടോ ഒരു കട്ട്. ഇതേപോലെ നീളത്തിൽ കുറച്ച് കനം കുറഞ്ഞിട്ട് എന്നാൽ നീളത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഇതിനെക്കാട്ടും കുറച്ചും കൂടി നീളം ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ നടുന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട്, എത്ര കനം കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും കനം കുറച്ചിട്ട് നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പയർ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ മാറിയപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ പയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പയർ ഞാൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുമ്പളങ്ങ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പയർ അളന്നെടുത്ത് അതേ ബൗളിൽ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ 2 ബൗളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുമ്പളങ്ങ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കുമ്പളങ്ങ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് വേവിച്ചതിന് ശേഷം പയറും കൂടി ഇട്ടിട്ട് അതിലത്തെ വെള്ളം മാറ്റിയിട്ട് പയറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വൈറ്റ് കളർ വരും. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തണവൊന്നും ഇല്ലാത്ത തേങ്ങയാണ്. അത് ആദ്യം തന്നെ രണ്ട് പാല്, തമ്പാലും അതുപോലെ തന്നെ 2-ാം പാലായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. അതുപോലെ തന്നെ ഇടയ്ക്ക് കുമ്പളങ്ങ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വരും. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറച്ച് കൂടുതൽ ഉപ്പ്, അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പച്ചമുളകാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയ കാരണമാണ് 2 കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി മൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയിലത്തെ വെള്ളം നിൽക്കുന്നത് വറ്റി പോകാൻ വേണ്ടിയിട്ടാണ്. നോക്കുമ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 2-ാം പാലിൽ കിടന്നൊന്ന് കുറുകി വരണം. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പയറിലുണ്ടായിരുന്ന വെള്ളത്തിലാണ് കുമ്പളങ്ങ വേവിച്ചെടുത്തത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒരു വിധം വറ്റിച്ചതിന് ശേഷം വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ചോയ നമ്മുടെ കറിയിലേക്ക് വരും. 2-ാം പാലൊക്കെ ഇപ്പോൾ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായി വറ്റി വന്നിട്ടുണ്ട്. പിന്നെ മൺചട്ടി ആയ കാരണം ഈ ഒരു ലെവലിൽ വറ്റിയാൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് തമ്പാലാണ് ഒരു 1/2 ബൗളാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാണ്. മൺചട്ടി ആയ കാരണം അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആ ചട്ടിയിൽ കിടന്നിട്ട് തന്നെ ഒന്ന് തള വന്നോളും. അപ്പോൾ അത് കാരണം തന്നെ നമ്മളിത് ഒഴിക്കണോട് കൂടിയിട്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തോളൂ. അതിനുശേഷം ചൂടോടക്കിന് തന്നെ 2 തണ്ട് കറിവേപ്പിലൊന്ന് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ട് ഈ ചൂടോടക്കിന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ടൊന്ന് ചെറുതായി വാടി വരും. പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ളി കാച്ചെടുക്കൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ആ ഒരു ഫ്ലേവറൊക്കെ ഓലനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മൂടി തുറന്നിട്ട് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയും വേപ്പിലയും പച്ചമുളകും എല്ലാ സൈഡിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതെടുത്തിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള വെള്ളോലൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യയ്ക്ക് നമ്മൾ ഇലയിലൊന്ന് വിളമ്പുമ്പോൾ ഒഴുകി പോകുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ കിടന്നോളും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഇപ്പോൾ സദ്യ ടൈമിലൊന്നും അല്ലാണ്ട് സാധാ ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന വേറൊരു ഓലൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളി കാച്ചിരിക്കുന്ന ഓലനാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.